നാളെ മീനെക്കുട്ടി ടൂറ് പോവാ. അതിന് വിഷമമാണെന്ന് ഓർക്കരുത്. അവൾ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വരട്ടെ? വരണ്ട? കണ്ടോ, ഞാൻ വരണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. ഞാനും വരട്ടെ. മീനു കണ്ണ് എഴുതിയിട്ടില്ല, പൊട്ട് തൊട്ടിട്ടില്ല, മാല ഇട്ടിട്ടില്ല, കമ്മൽ ഇട്ടിട്ടില്ല. അതിനും കൂടെ ചേർത്ത് ഗൈസ് ഞാൻ മേക്കപ്പിട്ടിട്ടുണ്ട്. ഓക്കെ, നാളെ നമുക്ക് ടൂർ പോകുമ്പോൾ കാണാൻ വേണ്ടി കുറേ പാക്കിംഗ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ എല്ലാം. അങ്ങനെ ടൂർ പോകുന്നതിന് തുണി തേക്കുക. അവിടെ എന്തോ ചീറ്റലും പൊട്ടലും ഒക്കെ കേൾക്കുന്നുണ്ട്. മിക്കവാറും ഇന്ന് വീട് കത്തുന്ന ലക്ഷണമുണ്ട് ഗൈസ്. പുക പുക ജഗ പുക. ജഗ ഉരുകിയോ? എന്നാ ഇട്ടുകൊണ്ട് പോകണ്ട, ടൂർ ക്യാൻസൽ ഗൈസ്. എല്ലാ സാധനങ്ങളും ഞങ്ങൾ പാക്ക് ചെയ്തു. ഇതെല്ലാം അവിടെ പോകുമ്പോൾ അത്യാവശ്യമുള്ള തണുപ്പല്ലയോ. പിന്നെ ജാക്കറ്റ് വേണം, ജാക്കറ്റ്. പിന്നെ വന്നു ഹാൻഡ് ബാഗ് ഇതുണ്ട്. ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെച്ചു. ഇത്രയേ ഉള്ളൂ കൊണ്ടുപോകുന്നത്. ഈ ഒരു 2 എണ്ണം അതിൻ്റെ ഷൂവിൻ്റെ കാലാവധി കഴിയും. ഷൂവിനൊക്കെ കാലാവധി ഉണ്ടോ? 2-3 ഷൂ. 1-2 അല്ല എൻ്റെ പൊന്നു ഗൈസ്, 2-3 ഷൂ മീനോനെ വാങ്ങണം. 2-3. അതെ അതെ, 3 വർഷമൊക്കെ ആയാൽ പിന്നെ ഉപയോഗിക്കല്ലേ മോനെ. ശോ, പാവം കൊച്ച്. അതൊന്നും ഇങ്ങനെയൊന്നും ഉപയോഗിക്കില്ല, അത് ദൂരക്കള. ഇങ്ങോട്ട് നോക്ക്. മീനോട്ടൊരു ഭയങ്കര നാണമാണ് ഗൈസ്. മീനോട്ട് പാരീസിന് പോവാ. പാരീസിന് എവിടെ പോവാ? പാരീസിൽ പോവാ മീനോട്ടൻ. അങ്ങനെ ഞങ്ങൾ സ്കൂളെത്തിട്ടോ. ഇതാണ് മീനോട്ടൻ്റെ സ്കൂള്. ഞാൻ മീനോട്ടൻ്റെ സ്കൂളിൽ അതിന് മുമ്പ് വീഡിയോസ് ഇട്ടിട്ടേ ഇല്ല. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഞങ്ങളിങ്ങനെ നിന്നായിരുന്നു. അപ്പോൾ മീനോട്ടൻ്റെ ഫ്രണ്ട്സും ടീച്ചറും ഒക്കെ വന്നു. ഞങ്ങൾ ആദ്യം അവിടെ ചെന്നേ. ഞങ്ങൾ കുറേ ദൂരമായി. ഇപ്പം മീനിൻ്റെ സ്കൂളും എൻ്റെ വീടുമായിട്ട് കുറേ ദൂരമുണ്ട്. ഞങ്ങൾ നേരത്തെ അങ്ങ് പോയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങ് എത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ നിന്നു ബസ്സിലൊക്കെ കയറാനായിട്ട്. അവന്മാരിങ്ങനെ നിൽക്കുക. ഭയങ്കര ഹാപ്പിയാണ് ഇവർ. അങ്ങനെ ബസ്സിലെല്ലാവരും കയറി. 2 ബസ്സുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബസ് രണ്ടും പോയി. പിള്ളേരവിടെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുന്നു ബസ്സിൽ. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. മീനോട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വിഷമമായി. പിന്നെ അവിടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അവർ എൻജോയ് ചെയ്യട്ടെ എന്ന് വെച്ചു. ബസ്സിലൊക്കെ അങ്ങ് അടിച്ചു പൊളിക്കുവാണ്. തകർത്ത് വാരിയാണ് പോകുന്നത്. പിന്നെ അവർക്ക് ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല കേട്ടോ. ചിക്കൻ കാലൊക്കെ എടുത്താണ് കഴിക്കുന്നത്. പൊറോട്ടയും മന്തിയും ബിരിയാണിയും. അത്രയും ദിവസവും ചിക്കൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മൈസൂറും ഊട്ടിയുമാണ് ഇവർ പോയത്. ഊട്ടിയിലെ ഫുഡും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ അവർ താമസിച്ച റൂമൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ആദ്യം തന്നെ അവർ ഊട്ടിക്കല്ലേ പോയി. അപ്പോൾ അവിടെ ടീ ഫാക്ടറിയിലൊക്കെ പോയി. ടീ ഫാക്ടറിയൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ. പെരിയാറെല്ലാം പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു മീനിന്. പിന്നെ ഇതൊക്കെ റെയ്ഡാണ് ഗെയിംസ്. ഈ ചാൻസ് അങ്ങ് മീനോട്ട് മുതലെടുത്ത് അങ്ങ് തുള്ളി മറിച്ചിലാണ്. ഓട്ടവും ചാട്ടവും ഉരുണ്ടുമറിച്ചിലും ഒക്കെയാണ്. തിരിച്ചു വന്നപ്പോൾ നല്ല പനിയും കൊണ്ടാണ് വന്നത്. കണ്ട് ഓടുന്ന ഓട്ടമൊക്കെ. മീനുമായി കിടന്ന് ഉരുളുന്നത് ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് പേടിയായിപ്പോയി, ഏട്ടനും പേടിയായി. പക്ഷെ മീന് ഭയങ്കര ഹാപ്പിയാണ്.
ഇത് മൈസൂറാണ് കേട്ടോ. മൈസൂർ അവർ ഇവിടെ മൈസൂർ പാലസ്, പിന്നെ അവിടെ സൂവില്, അങ്ങനെ കുറേയൊക്കെ പോയി, അവിടെയൊക്കെ പോയി. ഞാനിത് കുറച്ചൊക്കെ ഇട്ടിട്ടുള്ളേ, ഒരുപാട് വീഡിയോസൊന്നും ഞാൻ ഇട്ടില്ല, ബാക്കി കുറേ ഇടാമെന്ന് വെച്ചു. ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാമേ. എന്നാൽ ഓക്കെ, ടാറ്റാ. I know you're wondering why we are disturbing you with my sore throat. And from my sore throat, you must know how much fun I